പരാമർശം നടത്തിയെന്ന പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഖിൽ മാരാർക്കെതിരെ പോലീസ് കേസെടുത്തു. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയും വ്രണപ്പെടുത്തുന്ന രീതിയിൽ പരാമർശം നടത്തിയെന്ന് പോലീസ് എഫ്ഐആർ. അടിപൊളി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തലയിട്ട് അനാവശ്യമായിട്ട് ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അഖിലിനെ പോലെയുള്ളവർക്ക് ഒരു വിചാരമുണ്ട്, അവരെന്തോ വലിയ സംഭവമാണ്, അവർ പറയുന്നതൊക്കെ തന്നെ ജനങ്ങൾ അംഗീകരിക്കും, അവർ പറയുന്നതൊക്കെ തന്നെ ശരിയാണെന്ന്. അവർ പറയുന്നത് എല്ലാം ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പൊട്ടത്തരങ്ങൾ പറയാതെ ഇരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ വിളിച്ച് പറയാതെ ഇരിക്കുക. അഥവാ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ തെളിവുകൾ നിരത്താനുണ്ടെങ്കിൽ മാത്രം ഒരു ആരോപണം ഉന്നയിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ചോ പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ചോ അല്ല, രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മാത്രം അഭിപ്രായം പറയുക. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല മുട്ടം പണി കിട്ടും. പിന്നെ ഇങ്ങനെ വന്നിരുന്ന അഭിപ്രായം പറയാൻ നമ്മൾ വെളിയിലുണ്ടാവത്തില്ല, അകത്ത് കിടക്കേണ്ടി വരും. ഇപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് അഖിൽ മാരാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അഖിൽ മാരാർ ഫേസ്ബുക്കിൽ വന്ന് 2 ലൈവ് ഇട്ടു. അതിലൊരു ലൈവ് അഖിൽ മാരാർ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ലൈവിലാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അഖിൽ മാരാർ പറഞ്ഞേക്കുന്നത്. ആ കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ അഖിൽ മാരാർക്കെതിരെ പരാതി പോയേക്കുന്നത്. ഇന്നലെയാണ് കൊട്ടാരക്കരയിലുള്ള BJP പ്രവർത്തകര് അഖിൽ മാരാർക്കെതിരെ കൊണ്ടുപോയി പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് എടുത്തേക്കുന്നത്. നിസ്സാര കേസൊന്നുമല്ല, 14 വർഷമാണ്. ആ 14 വർഷം എന്നതിൽ തന്നെ ഉണ്ട് നിസ്സാര വകുപ്പല്ല എന്നുള്ളത്. അഖിൽ മാരാർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നിരപരാധിത്വം പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നല്ല മുട്ടം പണിയാണ് കിട്ടാൻ പോകുന്നത്. പിന്നെ രാഷ്ട്രീയത്തിൽ ചേരാനോ ഇലക്ഷനിൽ നിൽക്കാനോ ഒന്നും പറ്റത്തില്ല. അഖിൽ മാരാർ ഇലക്ഷനിൽ നിൽക്കാൻ പോകുന്നു, രാഷ്ട്രീയത്തിൽ കയറാൻ പോകുന്നു എന്നൊക്കെ ഒരു റൂമറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അഭിപ്രായം പറയുക. എല്ലാവരും ഇപ്പൊ വിചാരിച്ചേക്കുന്നത് നരേന്ദ്രമോദി നമ്മുടെ പ്രൈം മിനിസ്റ്ററെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഒരിക്കലുമല്ല. ഇപ്പോൾ പ്രൈം മിനിസ്റ്ററെ വിമർശിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനെ വിമർശിക്കുന്നതോ പൊളിറ്റീഷ്യന്മാരെ വിമർശിക്കുന്നതോ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് പറയുന്നതോ ഒന്നും തന്നെ വലിയ തെറ്റല്ല. അത് വിമർശനം എന്നുള്ള ഒരു ലേബലിൽ മാത്രമേ എടുക്കത്തുള്ളൂ. പക്ഷേ അനാവശ്യമായിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു, രാജ്യത്തെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സമയത്ത് ഓരോ ആൾക്കാർ നോക്കിയിരിക്കുകയാണ്, നമ്മുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇതിനകത്ത് നിന്ന്, ഈ രാജ്യത്തിനകത്ത് നിന്ന് ഇത്തരം ഒരു ലൈവ് പോയി കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? അതല്ല, ആരോപണം ഉന്നയിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ, രേഖകൾ, ഡോക്യുമെന്റ്സ് ഹാജരാക്കണം. അഖിൽ മാരാർ തെറ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പോൾ അഖിൽ മാരാർക്കെതിരെ കേസ് പോയേക്കുന്നത്. അല്ലാതെ പ്രധാനമന്ത്രിയെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടൊന്നുമല്ല. അങ്ങനെ പലരും തെറ്റിദ്ധരിക്കും. പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ചത് കൊണ്ട് അനാവശ്യമായിട്ട് അഖിൽ മാരാർക്കെതിരെ കേസെടുത്തു. ഈ രീതിയിലായിരിക്കും കുറച്ച് ആൾക്കാർ ഇത് പറഞ്ഞു നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതല്ല, അഖിൽ മാരാർ തന്നെ തെറ്റ് സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ അഖിൽ മാരാർ ഒരു ലൈവ് പോയിരുന്നു. ആ ലൈവിനകത്ത് അയാൾ പറഞ്ഞ തെറ്റ് എന്താണ് എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. കൊണ്ട് കൊട്ടാരക്കര BJP മണ്ഡലം കമ്മിറ്റി എനിക്കെതിരെ കൊട്ടാരക്കരയിൽ ഒരു പരാതി കൊടുത്തു. അതിൽ അവർ പറഞ്ഞിട്ടുള്ളതിൽ ഞാൻ വീണ്ടും പറയുന്നു, ഈ ബലൂചിസ്ഥാൻ വിഷയത്തിനകത്ത് എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ സ്വയം അഡ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ആ വിഷയത്തിനകത്ത് അടിസ്ഥാനം ഉന്നയിക്കത്തക്ക തെളിവുകൾ നൽകാൻ കഴിയില്ല. പക്ഷേ ഉന്നയിച്ച കാര്യങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഇന്ത്യയിലെ പലരും പറയില്ല എന്നുള്ള ഉറച്ച ബോധ്യവും എനിക്കുണ്ട്. കേട്ടല്ലോ, അയാൾ തന്നെ സമ്മതിച്ചു അയാളുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കാണ്, അത് വലിയ മിസ്റ്റേക്കാണ്. അഖിൽ ഇപ്പോഴും വിചാരിച്ചേക്കുന്നത് അത് നിസ്സാരമായിട്ടുള്ളൊരു തെറ്റാണെന്ന്, ഒരു കയ്യബദ്ധം അല്ല. അത് വെറും ഒരു അബദ്ധമല്ല, അതൊരു മിസ്റ്റേക്കാണ്, വലിയ മിസ്റ്റേക്ക്. അതായത് നമ്മുടെ ഈ രാജ്യത്തിനെതിരെ അയൽരാജ്യം പോലും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടുന്നെങ്കിലും ഉള്ള കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാതെ ഇരിക്കുക. അഖിൽ പറയുന്നത് എനിക്ക് കേട്ടറിവാണ്, ഞാൻ പലയിടത്തു നിന്നും കേട്ടു, പല നേതാക്കളിൽ നിന്നും കേട്ടു, ഈവൻ പട്ടാളക്കാരിൽ നിന്ന് വരെ കേട്ടു. ഇങ്ങനെയാണ് അഖിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, കേട്ടിട്ടുണ്ടാകാം. കേട്ട കാര്യത്തിനെ കുറിച്ച് പ്രൂഫ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെക്കുക. അതാ ഞാൻ പറഞ്ഞു, രാജ്യത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ തന്നെ വെക്കുക. പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അഖിൽ ലൈവായിട്ട് ഫേസ്ബുക്കിൽ വന്ന് പറയുവാണ്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ടൊരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും തെറ്റായിട്ടുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. പക്ഷെ ലൈവിൽ അങ്ങനെയല്ല. ലൈവ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, അതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ആ ലൈവ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ലൈവായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് സൂക്ഷിക്കുക, പറയുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക.
ഈ അഖിലിന് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ള മനുഷ്യനാണ്. രാഷ്ട്രീയത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ സമൂഹം എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ അറിവുള്ള മനുഷ്യനാണ്. എന്നിട്ട് ഇങ്ങനത്തെ മിസ്റ്റേക്ക് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അപ്പം എന്താണ്? അതിനുള്ള ശിക്ഷ കിട്ടണം, പണി കിട്ടണം. ഒരു തവണ ശിക്ഷ കിട്ടിയെങ്കിൽ മാത്രമേ ഇത്തരം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കത്തുള്ളൂ. ഒരുപാട് തവണ അഖിൽമാരാറ് ഇത്തരം കാര്യങ്ങൾ വന്ന് സംസാരിക്കാറുണ്ട്. അഖിൽമാരാറ് പറയുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് തെറ്റായിപ്പോയി. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന സമയത്ത്, നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ഉന്നയിക്കുക. തെളിവുകൾ ഹാജരാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഉന്നയിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് എന്തുമാത്രം വലിയ തെറ്റാണെന്ന് അഖിലിന് അറിയാത്തത് കൊണ്ടാണ്. അത് വലിയ തെറ്റ് തന്നെയാണ്. മനഃപൂർവ്വം ആരും ഒന്നും വളച്ചൊടിക്കുന്നതല്ല. അഖില് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അഖിലിന് എതിരെയുള്ള തെളിവ്. അഖിൽ ആ ലൈവ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും പലരുടെ കയ്യിലും ഉണ്ട്. ഇപ്പൊ എൻ്റെ കയ്യിൽ വരെ ഉണ്ട് ആ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള പ്രൂഫ്. അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഉണ്ട് പ്രൂഫ്. ഇപ്പൊ ഈ പരാതി കൊടുത്ത നേതാക്കന്മാരുടെ കയ്യിലും പ്രൂഫുണ്ട്. ആ പ്രൂഫ് ഉൾപ്പെടെയാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ പോലീസുകാർക്ക് കേസ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അഖിലിപ്പോൾ ആരോപിക്കുന്നത് അത് കള്ളക്കേസാണ്, എനിക്കെതിരെ മനഃപൂർവ്വം എനിക്കെതിരെയുള്ള വിരോധം കൊണ്ട് കേസ് കൊടുത്തതാണ്. ജനങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു. ജനങ്ങളെല്ലാം കേട്ടതാണ്. അത് കേട്ട പലർക്കും തോന്നി ഇതെന്ത് ആണ് ഈ വിളിച്ചു പറയുന്നത്, ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാമോ, ഇങ്ങനെയൊക്കെ വിളിച്ചു പോവാമോ എന്ന്. സത്യത്തില് ഇത് പലർക്കും ഒരു പാഠമാണ്. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ കയറി ഇരുന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും സ്റ്റോറിയും പോസ്റ്റുകളും ലൈവും ഒക്കെ ഇട്ട് രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന പല ആൾക്കാർക്കും ഇതൊരു പാഠമാണ്. അഖിലിന് ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയരുത്. അതിപ്പം വേറെ എന്തിനെതിരെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം എനിക്കുൾപ്പെടെയുള്ള ആൾക്കാർക്ക് പ്രശ്നമില്ല. പക്ഷെ രാജ്യത്തിനെതിരെ വിളിച്ചു പറയുമ്പോൾ അത് പ്രശ്നമാണ്. കാരണം അത് അഖിൽ രാജ്യസ്നേഹിയല്ല, രാജ്യത്തിനെതിരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. രാജ്യസ്നേഹിയായിരിക്കാം, രാജ്യത്തിനെതിരുമല്ലായിരിക്കാം, രാജ്യത്തിനൊപ്പമായിരിക്കും അഖിൽ നിൽക്കുന്നത്. പക്ഷേ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു രാജ്യസ്നേഹി, അഖിൽ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നു, ഞാൻ രാജ്യത്തിനൊപ്പമാണ്, ഞാൻ രാജ്യസ്നേഹിയാണ്. രാജ്യസ്നേഹിയാണ് എന്നുണ്ടെങ്കിൽ രാജ്യത്തെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് തെളിവുകൾ ഉണ്ടായിരിക്കണം. അഖിൽ തന്നെ പറയുന്നു എൻ്റെ കയ്യിൽ തെളിവില്ലെന്ന്. തെളിവില്ലെന്നുണ്ടെങ്കിൽ എന്തിനു പറഞ്ഞു? ആ ആവേശത്തിൽ പറഞ്ഞതാണ്, ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ്. അഖിൽ പറയുന്നു ഞാൻ വിചാരിച്ചതൊന്നും നടന്നില്ല, പാകിസ്ഥാനെ വകവരുത്തുമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. POK തിരിച്ചു പിടിക്കുമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. ആ ദേഷ്യത്തിലാണ് ഞാൻ സംസാരിച്ചതെന്ന് പറയുന്നു. ആ ദേഷ്യത്തിൽ പെട്ടെന്നുള്ള ആ ഒരു ഇമ്പൾസിലായിരിക്കാം അഖിൽ സംസാരിച്ചത്. അങ്ങനെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അതാണ് ഞാൻ പറഞ്ഞ എല്ലാവർക്കുമുള്ള പാഠമാണ്. അനാവശ്യമായിട്ട് വായി തോന്നിയതൊക്കെ വന്നിരുന്ന് വിളിച്ചു പറയുന്നവർക്കൊക്കെയുള്ള പാഠമാണ് ഇത്. ഇതൊരു ഉദാഹരണമായിട്ട് എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ കൊള്ളാം. കുറച്ചു ദിവസം മുമ്പ് ഇതേ കാര്യമാണ് റിയാസ് സലീമും ചെയ്തത്. പിന്നെ റിയാസ് സലീം വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞില്ല, സ്റ്റോറി ആയിട്ട് ഇട്ടതേ ഉള്ളൂ. ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഞാൻ ഡിലീറ്റ് ചെയ്തു, ഇനി ഞാൻ അങ്ങനെ ഇടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും രക്ഷപ്പെടാം. പക്ഷെ അഖിലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, വാക്കുകൾ കൊണ്ട് പറഞ്ഞു. ലൈവ് പ്രൂഫാണ് ആൾക്കാരുടെ കയ്യിലിരിക്കുന്നത് അഖിലിനെതിരെ. അപ്പൊ അഖിൽ വന്ന് പറയുവാണ് എല്ലാം വളച്ചൊടിച്ചതാണ്, ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതൊക്കെ വളച്ചൊടിച്ചു, ട്വിസ്റ്റ് ചെയ്തു. അഖിൽ പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ട്വിസ്റ്റ് ചെയ്തു, വളച്ചൊടിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല.